നമസ്കാരം. സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. പിതാവിന്റെ പേരിലുള്ള സ്വത്തുക്കളിൽ തുല്യപങ്ക് ആവശ്യപ്പെട്ട് മകൾ നൽകിയ അപ്പീൽ കർണാടക ഹൈക്കോടതി തള്ളി. സ്വത്തുക്കൾ പൂർവിക സ്വത്തോ കുടുംബ സ്വത്തോ അല്ലെന്നും പിതാവ് സ്വയം സമ്പാദിച്ച സ്വത്താണെന്നും കോടതി വ്യക്തമാക്കി. ഒരു മകൾക്ക് പാരമ്പര്യമായി ലഭിച്ചതോ കൂട്ടുകുടുംബ സ്വത്തുക്കളോ മാത്രമേ സഹസ്വത്ത് അവകാശങ്ങൾ എന്ന നിലയ്ക്ക് കാണാൻ കഴിയൂ എന്നും എന്നാൽ അത്തരം അവകാശങ്ങൾ പിതാവിന്റെ സ്വകാര്യ സ്വത്തുക്കൾക്ക് ബാധകമല്ല എന്ന് കോടതി വ്യക്തമാക്കി. ജസ്റ്റിസുമാരായ DK സിംഗ്, DM നദാഫ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. കൃഷിഭൂമി, വീടിന്റെ സ്വത്ത്, ബാങ്ക് നിക്ഷേപങ്ങൾ എന്നിവ സംയുക്ത കുടുംബ ആസ്തികളാണെന്ന് വാദിച്ചുകൊണ്ട് ഉഷ N. സ്വാമി തന്റെ മാതാപിതാക്കൾക്കും സഹോദരിക്കുമെതിരെ കേസ് ഫയൽ ചെയ്യുകയായിരുന്നു. കൃഷിഭൂമികൾ തങ്ങളുടെ മുത്തച്ഛൻ്റെതാണെന്നും പിന്നീട് അത് പിതാവിന് കൈമാറിയതാണെന്നും അതിനാൽ സ്വത്തിന്റെ പൂർവിക സ്വഭാവം നഷ്ടപ്പെട്ടിട്ടില്ല എന്നും അവർ പറഞ്ഞു. അതിനാൽ 2019 ഭേദഗതി ചെയ്ത ഹിന്ദു പിന്തുടർച്ചാ നിയമപ്രകാരം തങ്ങൾക്കും സ്വത്തിൽ തുല്യ അവകാശമുണ്ടെന്ന് അവർ വാദിക്കുകയായിരുന്നു. എന്നാൽ മുത്തച്ഛൻ സ്വന്തം പണം ഉപയോഗിച്ച് വാങ്ങിയ സ്വത്തുകൾ പിന്നീട് കുടുംബത്തിന് വീതിച്ചതിനാൽ അവ സ്വകാര്യ സ്വത്താണെന്ന് പിതാവിന്റെ അഭിഭാഷകൻ വാദിച്ചു. മുത്തച്ഛന്റെ സഹോദരിമാരിൽ ഒരാൾ നൽകിയ തെളിവുകളിൽ മുത്തച്ഛൻ തന്നെയാണ് സ്വത്തുക്കൾ വാങ്ങിയത് എന്ന് വ്യക്തമാക്കുന്നുണ്ടെന്ന് ബെഞ്ച് ചൂണ്ടിക്കാട്ടി. സ്വത്തുക്കൾ പൂർവിക സ്വത്താണോ എന്നും കൂട്ടുകുടുംബത്തിൻ്റെതാണോ എന്നും തെളിയിക്കുന്നതിൽ അപ്പീലുമാർ പരാജയപ്പെട്ടുവെന്ന് വിധിച്ച കോടതി അപ്പീൽ തള്ളുകയായിരുന്നു.